നമസ്കാരം ഗൈസ്, മിസ്സസ് ആർജയാണ്. അപ്പോൾ ഡബിൾ വൺ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇപ്പോൾ മണി 6:30 ഉള്ളൂ. നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെയാണ്. പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നത്. ആർജ പല്ലൊക്കെ തേക്കും കേട്ടോ ഗൈസ്. ഞാൻ പല്ലൊക്കെ തേച്ച് മുടിയൊക്കെ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മുടി ഇച്ചിരി കട്ടിയുള്ള മുടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള് കുറവായിരിക്കും, പക്ഷെ മുടി ഭയങ്കര മരം പോലത്തെ മുടിയാണ്. അതുകൊണ്ട് ഒതുങ്ങൂല. നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെയാണ് രാവിലെ 6:30. നല്ല അടിപൊളി എന്ന് പറയാൻ ഈ മഞ്ഞില്ല അല്ലേ ആർജെ? ഇന്ന് കോടയും കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലീൻ ആൻഡ് നീറ്റപ്പായിട്ടാണ്, പക്ഷെ തണുപ്പുണ്ട്. അപ്പം എന്തായാലും രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം തന്നെ ഞാനൊരു കട്ടൻ ചായ കേട്ടെ ഗൈസ്. ശ്രുതി അടുപ്പൊക്കെ വൃത്തിയാക്കിയിട്ട് കുറച്ച് ചായ ഉണ്ടാക്കുന്ന പ്ലാനിലാണ്. നമ്മൾ അടുപ്പൊക്കെ വൃത്തിയാക്കാറുണ്ട് ഗൈസ്. നമ്മൾ ശ്രുതി കുക്കിംഗ് ചെയ്യുന്ന മുന്നേ അതുകൊണ്ട് നമ്മൾ അടുക്കള വൃത്തിയാക്കാത്തിട്ട് ആർക്കും തോന്നി അടുപ്പ് വൃത്തിയാക്കുന്നില്ല, നമ്മൾ അടുപ്പ് വൃത്തിയാക്കി കൊടുക്കും ഗ്യാസ് അടുപ്പെന്ന് വെച്ച് കമന്റ് ഇട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് ആയതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയെങ്കിലും ശ്രുതി ഇതൊക്കെ വൃത്തിയാക്കുന്നതായിരിക്കും. ശ്രുതി എല്ലാം വൃത്തിയാക്കാറുണ്ട്, പക്ഷെ മെയിനായിട്ടും കുക്ക് ചെയ്തതിനിടയിലേക്ക് അതന്നെ ആവും. ഫസ്റ്റ് അടുപ്പ് എത്തിച്ചിട്ടുണ്ട്. ശ്രുതി പഞ്ചസാരയൊക്കെ ഇട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ചായക്ക് വേണ്ടി. ശ്രുതി ചൂടുള്ളതുകൊണ്ട് അടുപ്പ് ചൂട്ടിൽ കഴിച്ചിരിക്കുന്നത്. എന്തിനാണ് തേങ്ങ ഇത്ര തണുപ്പുണ്ടോ? തണുപ്പുണ്ട്, പക്ഷെ അതിന് മാത്രം തണുപ്പൊന്നുമില്ല. ഇനി ശ്രുതിക്ക് തണുക്കുന്നുണ്ട്. എന്തായാലും ശ്രുതിയുടെ തണുപ്പ് കൊള്ളാം. ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം ഇന്നത്തെ ദിവസം. തേങ്ങ ചായ ആവുന്ന സമയം കൊണ്ട് ഉള്ള പാത്രങ്ങൾ ഇവിടെ വെച്ച് കഴുകിയെടുക്കാണ്. അധികം പാത്രമൊന്നുമില്ല, ഒരു 3-4 പാത്രങ്ങൾ കഴിയാനുള്ളൂ. ഇഡലി ചെമ്പ് കഴിയാനുള്ളതല്ല, ജസ്റ്റ് ആ പ്ലേറ്റും പിന്നെ നമ്മളെ മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുക്കണം. പിന്നെ ആ പാത്രം അത് ഇരുമ്പ് ഭയങ്കര പ്രശ്നം കഴിച്ചു ഫുൾ ടൈം. അത് ഉപയോഗിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഒരു എണ്ണ തുടച്ചു കഴിഞ്ഞാൽ സാധനം സെറ്റാണ്. അത് വെറുതെ തിരുമിച്ച് പോകുന്നുണ്ട് ഗൈസ്. വേറെ പ്രശ്നം ഇരുമ്പാണെന്ന് അറിയിച്ചോണ്ടേയിരിക്കും. ഞാൻ ഇരുമ്പാണ്, ഞാൻ തുരുമ്പിക്കും ഡെയിലി തന്നെ യൂസ് ചെയ്തോളാം. അതാണ് അത് ഒരു ദിവസം ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് അപ്പത്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും. നമുക്ക് ഡെയിലി അത് യൂസ് ചെയ്തൊന്നും ഉണ്ടാക്കാനില്ലല്ലോ എൻ്റെ ശ്രുതി. ഇന്ന് പക്ഷെ എന്തിനും ഉണ്ടാക്കണ്ടോ? കഴുകി വെക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ എണ്ണ തേച്ച് വെച്ച് കഴിഞ്ഞാൽ പ്രാണിയൊന്നും എണ്ണ പൂശിച്ച് അടിപൊളിയായിരിക്കും. പക്ഷെ എണ്ണ തേച്ച് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഈ പറഞ്ഞ പോലെ ഇവിടെ ഇഷ്ടംപോലെ ജീവികളുണ്ട്. എല്ലാവരും ഒന്ന് ഒട്ടിയിരിക്കും അവസരം. ഈ വെള്ളത്തിൽ കണ്ട ഉള്ള ഫുൾ പ്രാണികളും വന്ന് കിടക്കുന്നത് മെയിൻ പ്രശ്നം. അത് കഴുകി വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് കുറച്ച് കഴുകി വെക്കണം. ആ സമയം കൊണ്ട് ചായ ആവും അല്ലേ ശ്രുതി? ചായ സെറ്റായിട്ടുണ്ട്. ശ്രുതി അതിലേക്ക് ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇനി വേണം നമുക്ക് ചോറിന് കുക്കറിൽ അരിയെ കൈ കൊണ്ടിട്ടുണ്ട്. ഇനി അരി പിടിച്ച് കഴുകി എടുത്ത് വെച്ച സ്ഥിതിക്ക് പെട്ടെന്ന് ചോറാവും. എല്ലാം പെട്ടെന്ന് പാലെടുക്കാൻ പോകാനൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് പണി കൊണ്ട് സാധാരണ പണി നമ്മൾ രാവിലെ നേരത്തെ ആയിരിക്കും ഉണ്ടാവാറില്ലേ തേങ്ങ? ഇപ്രാവശ്യം കൊച്ചുളുപ്പാൻ കാലത്തെ പോയി എടുക്കും, കാരണം അവര് രാത്രി വെട്ടിയിരുന്നതാണ്. പക്ഷെ ഇന്നിപ്പോ സുഖമില്ലാത്തത് കൊണ്ട് ഇപ്പം വെട്ടാൻ വരുന്നതേ ഉള്ളൂ. അപ്പോ 6 മണിയായി, 7 മണിയാകുമ്പോഴത്തേക്ക് എത്തത്തുള്ളൂ. അപ്പൊ അതാണ് നമ്മള് താമസിച്ചിട്ട് പാലെടുക്കുക. അപ്പൊ കാണിച്ചു തരാം. നമ്മൾ പണിയെടുക്കുന്നില്ല പലരും ചോദിക്കുന്നു നമുക്ക് പണിയുണ്ട് ഗൈസ്. ആ പറയുന്ന ആൾക്കാരുടെ വാ ഇന്ന് അടച്ചോണം. ഇനി മേലെ വന്നിട്ട് പണിയില്ലേ, പണിയുണ്ട് ഗൈസ് ശരിക്കും. പക്ഷെ അത് വെളുപ്പാൻ കാലത്ത് അതിന്റെ നമ്മൾ കാണിക്കാത്തതാണ്. പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാനോ? വെളുപ്പിന് 4-5 മണിയാകുമ്പോൾ ചൂടിപ്പോയിട്ട് പാലെടുത്തിട്ട് വരുമ്പോഴേക്കും കാണിക്കാൻ ബുദ്ധിമുട്ടാവും. അതാവുമ്പോൾ കാണിക്കാറുണ്ട്. ഇതിപ്പോ കുറച്ച് നേരം പാലെടുക്കണം. അപ്പോൾ ഉറപ്പോട്ട് കാണിച്ചു തരാം. എനിക്കിത് കട്ടൻ ചായ ശ്രുതി തന്നിട്ടുണ്ട്. ശ്രുതി കട്ടൻ ചായ ശ്രുതി ഇവിടെ ഇട്ടുണ്ട്. ശ്രുതി കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ശ്രുതി കട്ടൻ ചായ കുടിക്കട്ടെ, എന്നിട്ടാണ് നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം. കുടിച്ചോ. അതാണ് കേസ്. നിങ്ങൾ 1/2 ഗ്ലാസ് എന്ന് വിചാരിക്കരുത്. ആദ്യമൊക്കെ 1 ഗ്ലാസ് കൂടെ എടുത്തിട്ട് ശ്രുതിക്ക് 1/2 ഗ്ലാസ് ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ശ്രുതി ഒരു കലം കുടിക്കുന്ന ആളാണ്, അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് കുടിച്ച് സെറ്റായിക്കോളും. ശ്രുതിയുടെ ചോറ് സെറ്റായിട്ടുണ്ട്. ചോറ് ഊറ്റാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വിസിലേക്ക് കളഞ്ഞ തേങ്ങ വിസിലേക്ക് കളഞ്ഞ്
ചോറ് സെറ്റാണ്. പച്ചവെള്ളം വെച്ചിട്ട് നമ്മൾ ഊട്ടണത് എന്താ വെച്ചാൽ ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടിയല്ലേ. അതിനാണ് പച്ചവെള്ളം വെച്ചിട്ട് ഊട്ടണത്. ആ വെന്ത് ഇതായി ഓരോരോ കണ്ടുപിടുത്തങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ശ്രുതിയുടെ കണ്ടുപിടുത്തങ്ങളാണോ അത് എല്ലാവരും ചെയ്യുന്നതാണോ എനിക്ക് അറിഞ്ഞൂടാ. ശ്രുതിയുടെ മാത്രം കണ്ടുപിടുത്തമായിരിക്കാൻ ചാൻസ് ചിലപ്പോൾ അല്ലേ തേങ്ങ. ആ റേഷൻ ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാറ്. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ചോറ് വെച്ചാൽ പോലെ അപ്പം തന്നാൽ പോലെ കുഴി എണ്ണേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അതാണ്. അതിനിടയ്ക്ക് ശ്രുതി വരെ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കുക പോവാ. കാലത്ത് ഇനി ചായ ബാക്കിയുണ്ടേ. എന്നെപ്പോലെയല്ല ശ്രുതി കുടിക്കുന്നത് ഒരു കാലം ചായ കഴിക്കാണ് ആണ് വേറൊരു കാര്യം. അങ്ങനെ ശ്രുതി ആകമൊക്കെ അടിച്ചൊരു വൃത്തിയാക്കിയിട്ടുണ്ട്. അടിച്ചൊരു വൃത്തിയാക്കി വേസ്റ്റൊക്കെ പുറത്തെത്തിച്ചിട്ടുണ്ട്. 2 ചില്ലൊക്കെ ആയതുകൊണ്ട് ഇത് നമ്മൾ ശ്രുതി ചില്ലൊക്കെ ജനൂട്ടിയാ നീ പൊട്ടിച്ചിപ്പോ ചവിട്ടി അല്ലേ. നീ ചവിട്ടി പൊട്ടിച്ചാണിപ്പോ. പിന്നെ ഓ എന്റെ പൊന്നോ അന്നൊന്നും പൊട്ടിയില്ലായിരുന്നു ശ്രുതി. ഇപ്പോഴാണ് പൊട്ടണത്. ആയിക്കോട്ടെ. ഇത് അങ്ങനെ ജനലൊക്കെ പൊട്ടിച്ചിട്ട് നൈസിന് എന്റെ പേരിട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു ജനൽ പൊട്ടിയെന്ന് പറഞ്ഞ് പേര് പറയാൻ എനിക്ക് മടിയുണ്ട്. നിന്റെ ജനല് പോലെ ഉണ്ടായി. ഒന്ന് പോകണ്ടാണ്. വീടിന്റെ ആകെ അടിച്ചു വൃത്തിയാക്കിട്ടുണ്ട്. ശ്രുതി പുറം അടിച്ചു വൃത്തിയാക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചി കട്ടൻ ചായ കൊടുക്കണം. അതുകൊണ്ട് ശ്രുതി ഇപ്പോൾ തൽക്കാലം നിർത്തി ഓടാണ്. ബാക്കി പിന്നെ അടിച്ചു വരുള്ളൂ അല്ലേ. അപ്പോൾ ആ ചായ എന്നിട്ട് അടിച്ചു വരി തീയിടണം. അപ്പോൾ അതൊന്ന് കൂട്ടിച്ചിട്ടുണ്ട്. അടിച്ചു വരി അങ്ങോട്ട് സൈഡിലേക്ക് ഇട്ടുകൊണ്ട് തീയിടാം. ഇവിടെ നമ്മൾ ഫ്രണ്ട് തീയിടാറില്ല. ഫ്രണ്ട് തീയിട്ടാൽ നമ്മുടെ ചെടികളൊക്കെ നശിച്ചു പോകും അല്ലേ ശ്രുതി. നമ്മളിവിടെ ഒരു കരിവേപ്പില തൈ നട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പ്ലാവ് മുളച്ചു വരുന്നത് തന്നെ വന്നാണിത്. പിന്നെ ഒരു മുളക് തൈ ഉണ്ട്. പിന്നെ കുറച്ച് ചീരയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നശിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ബാക്ക് സൈഡിൽ ഇടാറ്. എന്തായാലും കുറച്ചുകൂടി ശ്രുതി വന്നിട്ട് അത് മാറ്റിയിടുന്നതായിരിക്കും. ശ്രുതി ഇപ്പോൾ ചായ ഉണ്ടാക്കി ആ റബ്ബറോടൊന്ന് ചേച്ചി കൊണ്ട് കൊടുക്കട്ടെ. ചായ തിളച്ചാ അപ്പൊ ചായ ഇട്ടിട്ട് എത്ര കിട്ടും. ഒരെണ്ണം നല്ലതായിരുന്നു. ഓ പറഞ്ഞ വെള്ളം തീർന്നാ ബക്കറ്റ് വെള്ളം തീർന്ന്. അന്ന് ഡ്രമ്മിൽ വെള്ളം നിറയ്ക്കാനാണ് അപ്പോൾ അല്ലേ. ഇന്ന് ഡ്രമ്മിൽ നമ്മൾ നിറയ്ക്കണം. അപ്പോൾ ചടങ്ങാണ്. ഓ ശ്രുതി അങ്ങനെ ആർക്കൊന്നും ചീർക്കതാവണം. ഇവിടെ ഇപ്പോൾ അടുത്ത മനുഷ്യരൊന്നും ഇല്ല ചേച്ചി. പഞ്ചസാര കുഴപ്പമില്ല. ശ്രുതി ചായ കട്ടൻ ചായ ഉണ്ടാക്കി ഫ്ലാസ്കിലാക്കി ആ ചേച്ചി കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഒരു 2 കട്ടൻ ചായ 2 ആൾ കൊണ്ട് കുടിക്കാണോ അല്ലേ. അപ്പോൾ ഗ്ലാസ്സും കൊണ്ട് കൊടുക്കണം. നമ്മൾ കൊടുക്കുക. ഗൈസ് ശ്രുതിക്കാതെ ചിലർ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ചിലർ വീണ്ടും കാലിൽ കൊണ്ടു. ഇവിടെ ഇപ്രാവശ്യം പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം എന്നെ കുറ്റം പറഞ്ഞു. ഇപ്രാവശ്യം ഇടത് കാലം പറഞ്ഞു. ഇപ്രാവശ്യം ഇപ്പൊ സ്വന്തമായിട്ട് ഇപ്രാവശ്യം പോയി കൊണ്ടു കയറി. ഇനിയിപ്പോ എന്നെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. സൂര്യൻ മുട്ട അടിച്ചു വിട്ടേക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചോട്ട് നമുക്ക് തീയിടാനായിട്ട്. താഴത്തോണ്ടല്ലോ മോളിൽ കൊണ്ടോ. മോളിൽ തീയിടണത് ഇവിടെ തീയിടണ്ട. ഇവിടെ തീയിടണ്ട. ഇവിടെ തീയിടണ. അപ്പൊ ചീരയും കൂടെ തീടാനാ. ഗൈസ് അവിടെ താഴെ വേറെ റബ്ബർ തോട്ടത്ത് കാട് ഇട്ട് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് റബ്ബർ വെട്ടാൻ വേണ്ടി ആളെ തപ്പിക്കൊണ്ടിരിക്കണം. അപ്പോൾ വെട്ടാൻ വേണ്ടിയിട്ട് അവർ ആദ്യം കാട് വൃത്തിയാക്കാന്ന് തോന്നുന്നു. അതിനുശേഷമേക്കും അവർ വെട്ടുക. എന്തോ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളടുത്ത് പാലെടുത്ത് കൊടുക്കാണ്ട് ചോദിച്ചായിരുന്നു. നമ്മൾ നോക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഒന്ന് റിപ്പോർട്ട് മുതലാളിക്ക് മുതലാളി പറയാന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ടില്ല. കുഴപ്പമില്ല. അവർക്ക് പണിക്കാരെ കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടട്ടെ. കിളവപ്പോൾ എന്തായാലും പോയി. ഇപ്പോൾ വേറെ ആൾക്കാരാണ്. നമ്മളിപ്പോൾ അവർക്ക് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരടുത്ത് ആദ്യം പൈസ പറഞ്ഞ് ഓക്കെ അടിച്ച് നമ്മൾ അവിടെ കുഴപ്പമില്ല അല്ലേ. അവിടെ നമ്മൾ എടുത്ത് കൊടുക്കുന്നത് സ്റ്റുഡിയോ അടിച്ചു തീയിട്ടിട്ട് എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ചോറായി കഴിഞ്ഞ പോലെ കറിയും ഉണ്ടാക്കാനുള്ള സമയം ആവുന്നുള്ളൂ. കറിക്ക് എന്തെങ്കിലും ശരി
ആ അതുകൊണ്ട് കഴിക്കാം. ആ മെയിൻ പരിപാടി അല്ലേ. ഇവിടെയൊക്കെ അടിച്ചേരി ഇവിടെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ശ്രുതി ഇപ്പോഴത്തെ അടിച്ചേരിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ അടിച്ചേരി കഴിഞ്ഞാൽ ഇവിടെയും കൂടി കൂട്ടിക്കഴിഞ്ഞ് തോത്തിക്കിടാനുള്ള പ്ലാനൊക്കെയാണ്. ഇവിടെ നമ്മൾ തീരണം ഈ ബാക്കിലാണ്. അപ്പോൾ അങ്ങോട്ട് നാട്ടിൽ തീരാം. നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസം 2 പ്രാവശ്യമെങ്കിലും ഇല്ലേ, ഒരു 2 പ്രാവശ്യമെങ്കിലും അടിച്ചേരി തീടാറുണ്ട് സൈഡൊക്കെ അല്ലേ നിഷു? നമ്മൾ വീടിൻ്റെ ചുറ്റിനും അടിച്ചേരി തീടാറുണ്ട്. കാരണം കരിയില കൂടി കിടന്നാലും പിന്നെ പാമ്പൊക്കെ വന്നിട്ട് നമ്മൾ അറിയില്ല. ആ ഇവിടെ അധികം മരങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ കാലടിച്ച് അപ്പുറത്തേക്ക് വീണു, താഴത്തേക്ക് കൂടുതൽ വീണത്. അപ്പോൾ ഇവിടെ അധികം വീഴാറില്ല. പക്ഷേ എങ്കിലും നമ്മൾ അതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം അടിച്ചൊരു വൃത്തിയാക്കി മതിയാവും. അങ്ങനെ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ അടിച്ചൊരു വൃത്തിയാക്കി തീടാറുണ്ട്. പാമ്പൊക്കെ വരും കൈസ്, കരിയില കിടന്ന് നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ എങ്ങാനും അതാണ് പ്രശ്നം. അപ്പോൾ കുറച്ച് വെച്ചിട്ട് നമ്മൾ അടിച്ച് തീയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ അത്ര ആയില്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ശ്രുതി 2 സൈഡും തീ അടിച്ച് കൂട്ടാനായിട്ട് ഇവിടെ കൂന കൂട്ടി തീയിടാണ്. അവിടെ ഒരു കൂന കൂട്ടിച്ചിട്ടുണ്ട്, അതും തീയിടണം. നമ്മൾ വേസ്റ്റൊക്കെ അടിപൊളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടത്തെ നമ്മൾ അടിപൊളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് കത്തട്ടെ. ഞാനിത് കത്തിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട്. ഇത് തീ അങ്ങോട്ടും പാളിക്കഴിഞ്ഞപ്പോൾ പാടും. ഞാൻ അവിടെ നോക്കിക്കണം. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ശ്രുതി ഇന്നലെ ഉണ്ടാക്കി വെച്ചാൽ ദോശയും മീൻകറി, മിഞ്ഞാന്നത്തെ മീൻ, അതിന് മുമ്പത്തെ മീൻകറി, 3 ദിവസത്തെ മീൻകറി, മിഞ്ഞാന്നത്തെ മീൻകറി. അങ്ങനെ തീയെ കത്തി കഴിഞ്ഞു. നമ്മൾ തീ നോക്കാൻ കൂടത്ത് ഭക്ഷണം ശ്രുതി വന്ന് കഴിക്കുന്നത് കൂട്ടാണ്. അപ്പോൾ നടന്നുകൊണ്ടൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വർക്കിന് പോവാം. വർക്കിന് സമയമായി. ഇനിയാണ് നമുക്ക് പണി തുടങ്ങുന്നത്. ഇനിയാണ് പണി ശരിക്കും. ഇതൊക്കെ ഇതൊക്കെ തീർന്നു. വീട്ടിലെ ചെറിയ ചെറിയ പണികളല്ലേ. ഇനിയാണ് പണി. എന്താണ് പണിക്ക് പോണ്, കുടുംബിനിയായി. അതാണ് ശ്രുതി. അങ്ങനെ റബ്ബർ പാലിൻ്റെ ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ജോലി സംഭവം വെളുപ്പിന് 4 മണിക്ക് 5 മണിക്ക് വരുമ്പോൾ ശ്രുതി ഒറ്റയ്ക്കൊന്നും എടുക്കാറ് പതിവ്. എന്നെ വെളുപ്പങ്ങാൻ തിരിട്ടത്ത് കൊണ്ടുവരണം വെച്ചിട്ട് എന്നെ വിളിക്കാറില്ല. ശ്രുതി ഒറ്റയ്ക്കൊന്നും എടുക്കാറുണ്ട്. അതാണ് വീഡിയോയിൽ കാണിക്കാൻ വിട്ടു പോകുന്നത്. നേരത്തെ പകലൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു കൂടെ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെളുപ്പിനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് അവർക്ക് പണിയായിട്ട് അവർ വെളുപ്പാങ്കാലത്ത് വന്ന് വെട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് വന്ന് വെട്ടുന്നത് അല്ലേ. അതുകൊണ്ട് നമുക്ക് നാളെ രാത്രി വിട്ടില്ല. അപ്പോൾ നാളെ വെളുപ്പിനായിരിക്കും. നാളെ നമ്മൾ വെളുപ്പിനടിച്ച് ചെയ്യണം. എന്നാലും കുഴപ്പമില്ല. ഞാനും സുധീർത്ത് പറഞ്ഞു ഇനി ഒരു ഒറ്റയ്ക്ക് പോകണം, എന്നെയും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അതാണ് നല്ലത്. ഇല്ലെങ്കിൽ വെറുതെ ബുദ്ധിമുട്ടാവേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഈ പറയുമ്പോൾ ഫുള്ള് ഇനി റബ്ബർ പാൽ എടുക്കുന്ന ജോലി നമ്മൾ തീർക്കണം. മെയിനായിട്ടുള്ള നമ്മളെ പരിപാടി. അപ്പോൾ സുധി അതുകൊണ്ട് വെച്ചിട്ട് കേട്ടെ. ഞാനിനി ഇപ്പുറത്ത് മുകളിലെടുക്കാനുള്ളത് വേറെ അതെടുക്കട്ടെ. സുധാമിക്ക് വെച്ചിട്ട് അത് ഒഴിച്ചിട്ട് ബക്കറ്റ് കൊണ്ട് തരും. മുകളിൽ വേറെ മരങ്ങൾ എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ വേണ്ടിയാണ്. ഷീൽഡ് ഇടാത്ത മരങ്ങൾ സെപ്പറേറ്റ് എടുക്കണം. അത് വേറെ ചേട്ടൻ്റെയാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് തന്നെ എടുക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ റബ്ബർ എടുത്തുകൊണ്ട് സുധി എന്നെ ഹെൽപ്പ് ചെയ്യാൻ കയ്യൊക്കെ വരുന്നില്ല. സുധി എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞത് പോട്ടെ. സുധീടെ എന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങോട്ട് ഹെൽപ്പ് ചെയ്യട്ടെ. ഇനി ഈ സൈഡ് എടുക്കാനുള്ളത് ഓൾറെഡി നമ്മൾ ആ സൈഡ് രണ്ടാം കൂടി ചേർന്ന് എടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഞാൻ എടുത്തോളണം. ശ്രുതി മൂടി നിർത്തി തന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇവിടെ നിന്ന് ഞാനെടുത്ത് താഴത്തേക്ക് പോവാം. ശ്രുതി അമ്മയ്ക്ക് മോളും താഴത്തിറങ്ങി നിർത്തും. എണ്ണ എടുക്കണം. ആവശ്യം എണ്ണോട്ടെ. ഇപ്പോൾ തന്നെ കിടച്ചു കൈസ്. ഈ മഴ കയറ്റം നടുവേന ഇപ്പോൾ തന്നെ നടന്നിട്ടുണ്ട്. കാരണം കുഞ്ഞ് എടുക്കണ്ടേ. വേറെ പ്രശ്നം. നമ്മൾ എടുത്തു വന്നിട്ടെ. അപ്പോൾ കൈസ് നമ്മൾ റബ്ബർ പാലൊക്കെ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ കുടിച്ച് തളർന്ന് ഇപ്പോൾ മഴയുടെ മുകളിലെത്തി. മീൻ വാങ്ങണം. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ്. മീൻ വരികയാണെങ്കിൽ കറിക്ക് വന്നിട്ട് കായലും വെച്ചിട്ടാണ്. ഇന്നത്തേക്ക് നാളത്തേക്ക് മാത്രം മതിയല്ലേ തേങ്ങ. നാളെ ശനിയാഴ്ച നാളത്തേക്ക് മാത്രം മതിയാവും. നമ്മൾ മറ്റന്നാളെ തൃശ്ശൂർ പോവാണ്. തൃശ്ശൂർ പോകുന്നതിൻ്റെ ട്രാവൽ വ്ലോഗ് ഉറപ്പായിട്ട് ട്രാവൽ വ്ലോഗായിട്ട് ചെയ്യാം. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കൈ വൃത്തിയൊക്കെ വന്നു. ഇനിയിപ്പോൾ മീൻ വാങ്ങാൻ വേണ്ടി നടക്കണം. നമുക്ക് അവിടെ പോയി കിട്ടണം നടക്കാൻ. മീൻ വാങ്ങാനായിട്ട് ഇല പറിക്കണം. തേങ്ങ എടി വലിയ ഇല അവിടുത്തെ ഇതിലല്ലേ. അതാ വലിയ വട്ട പറിക്കാതെ ഇല പറിക്കാതെ പോണത്. പ്ലേറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ഇല പറിക്കണം. അത് ഇല പറിക്കണം. ഇന്നിപ്പോൾ അങ്ങോട്ട് വരുമല്ല. ഇന്നങ്ങനെ വരും. കാരണം നാളെ ശനിയാഴ്ച ലീവല്ലേ പുള്ളി. ഇന്ന്
ശനി ഞായർ നമ്മൾ ലീവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം, വന്നാൽ വാങ്ങാം. അങ്ങനെ ശ്രുതി നമ്മൾ ഇലയൊക്കെ മീൻ മാങ്ങുമ്പോൾ ഇലയൊക്കെ പറിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ തുടലിപ്പഴം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇലയിൽ ഇത് തുടലിപ്പഴം പറിച്ച് തിന്നാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സാധനം. ശ്രുതി അപ്പോൾ ഇതിൽ നിന്ന് പറിച്ച് വയറ് നിറക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി രാവിലെ ദോശ കഴിച്ചാൽ എങ്ങനെ ശ്രുതിക്ക് ഇത് കാണുമ്പോൾ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ പറിച്ചുകൊണ്ട് തിന്നുന്ന ഒരു ഓർമ്മയ്ക്കായിട്ട് വീണ്ടും നൊസ്റ്റാളജിക്കായിട്ട് ശ്രുതി വീണ്ടും വീണ്ടും തിന്നു. നൊസ്റ്റാളജി മാത്രമല്ല, ആക്രാന്തമുണ്ട് ചെറുതായിട്ട്. അതാണ് ആക്രാന്തമാണ് മുള്ളുണ്ടത്. അത് തുടലിപ്പഴത്തിന് മുള്ളല്ല, അത് വേറെ തന്നെ അല്ലേ? ഉറുമ്പ് സൈക്കോ ശ്രുതി ഇങ്ങനെയൊക്കെ കഴിച്ചു ഇങ്ങനെ ക്രൂരതയെ കാണിക്കും. ഇത് മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ തേനീച്ചകളുടെ കൂടിൻ്റെ ഫ്രണ്ട് തേൻ വിൽക്കാൻ വേണ്ടി നോട്ട് ബോർഡ് വെച്ച് തേനീച്ചകളെ മാനസികമായി പീഡിപ്പിക്കുക. ഇതിപ്പോൾ അങ്ങനെ ഉറുമ്പ് കടിച്ചാൽ ഉറുമ്പിനെ പിടിച്ച് ഓപ്പറേഷൻ ചെയ്ത് കൈയും കാലൊക്കെ പറിച്ച് കളഞ്ഞ് കുണ്ടിയൊക്കെ മാറ്റി കളഞ്ഞ് സെപ്പറേറ്റ് ആക്കി ഇടുക അല്ലേ ശ്രുതി? അതാണ്, അതൊക്കെ തട്ടിയെടുത്ത് ശ്രുതി ഇങ്ങനെ ആക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ശ്രുതിയുടെ ഓരോ ഹോബികളാണ്. ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ് പറയത്തേങ്ങ. അതാണ്. ഇവിടെ നിന്നപ്പോൾ നമുക്കൊരു കരിക്ക് കഷ്ണം കിട്ടി ഗൈസ്. ശ്രുതി തിന്നിട്ടിട്ട കരിക്ക് കഷ്ണം ഇതുപോലെ വീണൊക്കെ ആയിരുന്നു. നമ്മുടെ അടുത്ത് പൊട്ടിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രുതി കുടിക്കുകയും ചെയ്തു. ഞാനും ശ്രുതി ഇടിച്ച് പൊളിച്ച് കുടിക്കുകയും ചെയ്തു, തിന്നുകയും ചെയ്തു. എന്താണെന്ന് വെച്ചു കരിയില്ല. അപ്പം ഗൈസ് നമ്മൾ സസ്യായിരിക്കുന്നു. ശശി മീൻ കിട്ടിയില്ല, എന്നും മീൻ കിട്ടാതെ വരാം. എവിടെ ആദ്യം എന്ത് നമ്മൾ ശശിയാവും ഗൈസ്. എന്നൊക്കെ ഞാൻ തുടലിപ്പഴം തിന്നു, അന്നൊന്നും എനിക്ക് മീൻ കിട്ടൂല. ഇനി എന്ത് ചെയ്യണമെന്നാ, രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ 2 ദോശ കഴിച്ചു, ഇന്നലെ ഉണ്ടാക്കി വെച്ചിരുന്ന. ഇനി ഒരിച്ചിരി മീൻകറി ബാക്കിയുണ്ട്. ആ മീൻകറിയിൽ ചട്ടി വടിച്ചൊരു ചോറ് തീറ്റ തിന്നും ഉച്ചയ്ക്ക്. എന്നിട്ട് ഒരു സവാളയും 2 മുട്ട ഇരിപ്പുണ്ട്. സവാളയും ഒരു ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇട്ട് തട്ടിക്കൂട്ടി ഒരു മുട്ടക്കറി പോലെ വെക്കാം. ചിക്കൻ കറിയൊക്കെ വെക്കും പോലെ വെച്ചിട്ട്, മുട്ടക്കറി ഞാൻ ചിക്കൻ കറി വെക്കും പോലെ വെച്ചിട്ട് അതും കൂട്ടി ഒന്ന് ചോറ് കഴിക്കാം. മീൻ കിട്ടിയില്ല. എനിവേ നാളെ മീൻ കിട്ടുമെന്ന് നോക്കാം. അല്ലേ ആജെ? നമ്മൾ വാങ്ങിക്കൂല നാളെ, നമുക്ക് വൈകിട്ട് പോകും. ടാറ്റ ബൈ ബൈ തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ട് നമ്മള് വെൽക്കം ടു, അതാണ് വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞ കണക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി തൃശ്ശൂരിൽ വന്ന് നൈസ് ടു മീറ്റ് യു പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. നമ്മളിപ്പോൾ നടന്ന് നമ്മളെ വീടിൻ്റെ മുകളിലത്തെ വഴിയെത്തി. ഇവിടെയൊക്കെ കാടായതുകൊണ്ട് ഇതിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പം നമ്മൾ തന്നെ വിചാരിക്കും ദൈവമേ നമ്മുടെ നാട്ടിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലമുണ്ടോ എന്ന്, അല്ലേ ആർജെ? എത്ര പേര് എന്തിന് നമ്മൾ ഈ നാട്ടിൽ പരുത്തിക്കുഴിയിലുള്ള ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഇത് ഏത് സ്ഥലം, ഇത്രയും ഭംഗിയുണ്ടോ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നമ്മുടെ നാടിനൊരു വിലയും നിലയും ഇല്ലാന്ന് നമ്മൾ കരുതിയാലും വീഡിയോ എടുത്ത് വെക്കുക. അതാണ് ശരിക്കും നമ്മളെ നാടിന്റെ ഓരോ ഭംഗിയും നമ്മൾ ആസ്വദിക്കുക. അതാണ് നമ്മളെ നാടിനെ ഇഷ്ടപ്പെടും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വിദേശത്ത് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാം അത് ഇത് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഏറ്റവും സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ് ഗൈസ്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഇനി നോക്കി ഒരു 10-100 വർഷം കഴിയുമ്പോഴത്തേക്കും ഇന്ത്യയിലേക്ക് ഓരോരുത്തരും കുടിയേറാൻ വേണ്ടിയിട്ട് കൊതിക്കും. ആ ഒരു സമയം വരും. അപ്പം ചിലപ്പോൾ നമ്മളിൽ നിന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ മക്കളോ മക്കളുടെ മക്കളോ ഒക്കെ ഉണ്ടാവും. എന്തായാലും നോക്കാം. നമുക്ക് എന്തായാലും വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം. വീട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമസ്കാരം ഗൈസിനെ കൊണ്ട് എനിക്ക് വയ്യ, ഞാൻ വല്ല പറമ്പിലും അടുത്ത് ഇടുന്നില്ല. അപ്പം ഞാൻ വീട്ടിലെത്തി. ഇനി കുറച്ച് നേരം റെസ്റ്റാണ് ഗൈസ്. ഇനി എനിക്ക് റെസ്റ്റിൻ്റെ ടൈമുകളാണ്. രാവിലെ മുറ്റമൊക്കെ അടിച്ച് വാരി തൂത്തിട്ട് വീണ്ടും കരിയിലൊക്കെ വീണ് കിടക്കുന്നു. ഇനി റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം ബക്കറ്റിൽ വെള്ളം എടുത്ത് ഈ പാത്രം കൂടി കഴിച്ചാൽ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞു. നല്ലതൊക്കെ വൃത്തിയാക്കിയതാണ്. ഇനി റെസ്റ്റ്. ഇനി കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് കാണാം ഗൈസ്. അതുവരെ കുറച്ചു നേരം ബ്രേക്ക്. പറമ്പൊക്കെ നോക്കി ഇങ്ങനെ ആർജയ്ക്ക് ഞാൻ അപ്പൂപ്പന്മാർ കുത്തിയിടക്കുമ്പോൾ വടിയെ കൊടുത്തു. അവിടെയൊക്കെ പറമ്പ് വൃത്തിയാക്കി. അപ്പോൾ അത് എത്ര രൂപ ആയി എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി പോയതാണ് പറമ്പ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് തിരിച്ച് വീട്ടിലോട്ട് തന്നെ കയറി പോവാൻ കാട് വഴി തന്നെ. നല്ല ഫുള്ളും കാടാണ്. ഈ കാട്ട് വഴി തന്നെ നമ്മൾ പോവേന്. നമുക്ക് പോവാം. എന്താണ് അയ്യോ ആർജര മറുപടിയാണ് ഗൈസ്, കട്ടാക്കരുത്, സ്റ്റോപ്പാക്കി വെച്ചാൽ മതി എന്നൊക്കെ. അതാണ്. അപ്പം എന്താണ്ട് അവിടെ അവരങ്ങനെ വൃത്തിയാക്കി ഇട്ടിരിക്കുന്നതിനാ കാണാം. അപ്പം അതുപോലെ വൃത്തിയാക്കി എത്രയാവുമെന്ന് ചോദിച്ചതാണ്. അപ്പം എന്തായാലും നോക്കാം. അപ്പം നമ്മൾ നടന്ന് കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട് അങ്ങ് മുകളിലാണ് ഇരിക്കുന്നത്, അങ്ങ് താഴെ. അവരൊക്കെ ദേ അവിടെ ഫുഡ് വെച്ചിട്ട് ആ മാമൻ ദേ ഇരിക്കുന്നത് കാണുന്നുണ്ട് നിങ്ങൾ, കല്ലറയുടെ മണ്ടേ കയറി ഇരിക്കുകയാണ്. നമുക്കെന്തായാലും വീട്ടിൽ കയറി പോവാം. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി പോയിട്ട് ശ്രുതി റെസ്റ്റ് എടുക്കും. അപ്പോൾ എൻ്റെ പേര് ചില ആൾക്കാർ ഉച്ചരിക്കുന്നത് തെറ്റാണ്. ശ്രുതി എന്നാണ് പറയുന്നത്, ശ്രുതി അല്ല, ശ്രുതി ആണ്. SRUTHI. ശ്രു ആണ്, സു അല്ല. ആരുടെ താഴെന്ന് പറയുന്നത് എവിടെയാ അത്? ആർജെ കുത്തി കുത്തി വരുന്നുണ്ട്. കാരണം ഈ കാട്ടിക്കൂടി കറങ്ങി ഇച്ചിരി ഗട്ട്സ് വേണം അല്ലേ ആർജെ? അല്ലെങ്കിൽ ഇടി കിട്ടും, വീഴുകയും ചെയ്യും, കുണ്ടറ ഇടിക്ക്. തേങ്ങയൊന്നുമില്ല, എന്തേ പോണ് ആർജെ ചറുക്കി ചെറുക്കി പോണ്. സ്വിമ്മിംഗ് പൂളൊന്നും അല്ല, വാ അങ്ങോട്ട് കുത്തി. പോരട്ട്. ആരും നടക്കണിട്ട് എനിക്കാണ് കിതപ്പ് പറഞ്ഞത്. എന്തായാലും കയറി പോകാൻ കഴിച്ചു. നമ്മൾ നമ്മുടെ വീട് എത്താറായി. അമ്മേ യാ, നമ്മുടെ സ്വർഗത്തിലെത്തിയിരിക്കുന്നു ഗൈസ്. ആണ്ട് ആർജതേ വരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നപ്പോൾ ഞാൻ ശ്രുതി ഉണ്ടായിരുന്ന ചോറും കറിയും കൂടി ഊട്ടി കുഴച്ച് തരാമെന്ന് എനിക്ക്. കറി തീർന്നു ലാസ്റ്റ് സപ്ര. അപ്പം ആർജയുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ആർജ കറി തികയില്ല. അത് കാരണം ഞാൻ തന്നെ ഊട്ടി കൊടുക്കാൻ നോക്കി. ആർജ കറിയിൽ കുളിക്കും. അപ്പോൾ നമ്മൾ ബാക്കി ചോറ് ഞാൻ ചട്ടിയിലിട്ട് കൊടുത്തിട്ടെ. ബാക്കി ചോറ് ശ്രുതി ചട്ടിയിട്ട് കുഴച്ചെടുത്തിട്ട് കറി തീർന്ന് ലാസ്റ്റ് സപ്രാണെങ്കിൽ നമ്മൾ രാത്രിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അതെ ശ്രുതി, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നോക്കിയിട്ട് ചെയ്യാം. അതിനും കറി കഴിക്കട്ടെ. നമ്മൾ സാധാരണ ഈ സമയത്ത് ഭക്ഷണം കഴിക്കാറില്ല, പക്ഷെ എങ്കിലും ഇന്ന് രാവിലെ നേരത്തെ അതുകൊണ്ട് ഇങ്ങനെ ഊരിട്ടും എങ്ങനെ ആനയ്ക്ക് കൊടുക്കാൻ പോരാ. കയ്യിൽ കൂട്ടുമ്പോൾ കൂട്ടി കഴിഞ്ഞു, ഇനി ബാക്കി എനിക്ക് കൂട്ടും. ആനയ്ക്ക് കൂട്ടുമ്പോൾ എങ്ങനെ ഇങ്ങനെ 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 ആക്കി നേരത്തെ കണ്ടിട്ട് കയ്യിൽ കൂട്ടി പോയത് വായിലേക്ക് തീർന്ന്. ഇനി എനിക്കുള്ള അടിച്ചോ. ശ്രുതി കയ്യിലേക്ക് കൂട്ടുമ്പോൾ കൂട്ടി കഴിക്കും. ശ്രുതി ചട്ടി പഠിക്കാണ്. അപ്പോൾ ശ്രുതി പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാത്രം കഴുകിയിട്ട് വേണം നമുക്ക് കുളിക്കാൻ നടക്കാനൊക്കെ പോകാനുള്ളൂ. ശ്രുതി മെയിൻ പരിപാടി. പാത്രം കഴുകിയെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് അലക്കി കുളിക്കാൻ വേണ്ടി പോവാം. അലക്കി കുളിച്ച് വന്നിട്ട് നമുക്ക് നടക്കാൻ വേണ്ടി പോകാണ്ട് പോയിട്ട് വന്നിട്ട് നമുക്ക് രാത്രിക്ക് പിന്നെ ഫുഡിനുള്ള കാര്യമൊക്കെ പ്ലാൻ ചെയ്യാം അല്ലേ? രാത്രിക്ക് എന്താ നിൻ്റെ പ്ലാൻ? അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അവളുടെ മനസ്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും പാത്രം കൈ തീർക്കട്ടെ, എന്നിട്ട് ഈ ക്യാനിൽ വെള്ളമെടുക്കണം, ബക്കറ്റ് വെള്ളമെടുക്കണം, കുപ്പികളിൽ വെള്ളമെടുക്കാണ്ട് ഇതൊക്കെ നിറച്ച് വെച്ചിട്ട് പോകാനായിട്ട്. നിറച്ച് വെച്ചിട്ടാണ് ഈവനിങ് ക്ലാസ്സിന് പോകാൻ. കുടിച്ച് ഫ്രഷായിട്ട് മാസം അടച്ച് വെക്കണം. വെള്ളം ഏറ്റി കൊണ്ട് വെച്ചിട്ട് ചടങ്ങുന്ന പരിപാടിയാണ് ശ്രുതി. ഏറ്റവും നഷ്ടപ്പാട് ഇവിടുത്തെ. അതെങ്ങനെ റെഡിയാക്കി എടുക്കണം നോക്കാം. ഇതൊക്കെ ശ്രുതി പാത്രം കൈ കഴിഞ്ഞു. ഇനി നമ്മൾ വെള്ളം എടുക്കണം, ബക്കറ്റിൽ വെള്ളം എടുക്കണം, കുപ്പിയിൽ വെള്ളം എടുക്കണം, പിന്നെന്താണ് ക്യാനിൽ വെള്ളം എടുക്കണം. ഇതൊക്കെ എടുക്കണം. എന്നിട്ട് അലക്കി കുളിക്കണം മെയിനായിട്ടും. പിന്നെ അലക്കി കുളിച്ചാൽ പറ്റുള്ളൂ മെയിനായിട്ടും. നമ്മൾ ഡെയിലി അലക്കി കുളിക്കാറുണ്ട്, അത് വേറെ കാര്യം. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്, പക്ഷേ എങ്കിലും ഇന്നെന്തായാലും അലക്കി കുളിക്കണം. അപ്പോൾ അലക്കി കുളിച്ചിട്ട് മുടക്കം വരുത്താൻ പറ്റില്ല. നമുക്ക് നാളെ കുറച്ച് പരിപാടികളാണ്. നാളെ നമ്മൾ രാവിലെ അലക്കി കുളിക്കണ്ടേ ഇവിടെ ശ്രുതി? നാളെ നമ്മൾ രാവിലെ അലക്കി കുളിക്കൂലേ വീണ്ടും? നാളെ രാവിലെ അലക്കി കുളിക്കണം. പറ്റിയാൽ അലക്കി കുളിച്ചിട്ട് നാളെ ഇവിടെ നിന്ന് പുറപ്പെടാനുള്ളതാണ്. കൊച്ചിക്ക് ഇവിടെ നിന്ന് നമ്മൾ വരുന്നുണ്ട്. ആദ്യം കൊച്ചി വന്നിട്ടായിരിക്കും പിന്നെ നമ്മൾ
നാട്ടിൽ തൃശ്ശൂർ പോവാം. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. നമുക്ക് പച്ചക്കറി ഉള്ളത് ഇതാണ്. ഇത് സവാള, നാരങ്ങ, ഒരു നാല് മുട്ടയുണ്ട്. ഉരുളക്കിഴങ്ങ് ഇല്ലേ, തേങ്ങ അത് പകുതി ഉണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ടെന്ന് തോന്നി ഇവിടെ ഇല്ല, അപ്പുറത്ത് ഇറങ്ങിയപ്പോൾ. അപ്പോൾ അതൊക്കെ വെച്ച് പിന്നെ ഒരു കപ്പയുടെ ചെറിയ കഷ്ണമുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തൊരു കറി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ കിച്ചു വന്നേക്കണു. ഒന്നുമില്ലാത്തപ്പോ വാടാ, ഒന്നുമില്ലാത്തപ്പോ തന്നെ വാ കേട്ടാ. എന്തായാലും ഇന്ന് കിച്ചു പട്ടിണിക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. അതാണ് നമ്മളെ കുറിച്ചിട്ട് വരാം. അതിനായിട്ട് കുളിയെ കഴിഞ്ഞു. ആർച്ച് വെള്ളവും കൊണ്ട് തരുന്നു. ഞാൻ വെള്ളം ബക്കറ്റും, ഞാൻ കുപ്പിയും ക്യാനുമായിട്ട് പോകുന്നു. ആർച്ച് ബക്കറ്റും ക്യാനുമായിട്ട് പറഞ്ഞു വാ. ഇല്ല അതില്ലല്ലോ, ബാക്കിൽ ഫോണും കുത്തി. കമോൺ, ഇനി അത് അവിടെ നിന്ന് ഞാൻ എടുത്തു വെക്കണം. ഓക്കെ, അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു, എല്ലാ ഒക്കെ മാറി. എവിടെ ആർജേ? ആ, അപ്പം നമ്മൾ നടക്കാൻ വേണ്ടി പോകുന്ന ഒത്തിരി ലേറ്റായി. സമയം എത്രയാ ആർജേ? സമയം എത്രയായി? 5:26. 6:30 നമ്മൾ തിരിച്ചു കയറും. അപ്പം എന്തായാലും പോയി നടന്നിട്ടൊക്കെ വരാം. കാക്കയുടെ ഒക്കെ വിളിയും ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. എത്ര പറഞ്ഞാലും മര്യാദയ്ക്ക് നടക്കാത്തൊരു വ്യക്തി ഇതാണ് ആർജെ. കൈ നേരെ വെയ്യെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഒടിച്ചു കുത്തി തന്നെ വെച്ചുകൊണ്ട് നടക്കുകയാണ്. കാല് മര്യാദയ്ക്ക് എടുത്ത് പൊക്കി വെച്ച് നടക്കൂല. എന്തെങ്കിലുമൊക്കെ കഴിയാം. നമ്മൾ നടന്ന് മല കയറി വേണ്ട അങ്ങ് താഴെ പോയി കുളിച്ച് വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറി നടക്കാൻ വേണ്ടി പോകുന്നു. ഞങ്ങളെ പോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. കുളിച്ചിട്ടൊക്കെ നമ്മൾ നടക്കാൻ വേണ്ടി പോണത്. നടന്നിട്ട് വന്നിട്ട് കുളിക്കുകയല്ല, കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നടക്കാനായിട്ട് പോണത്. എന്തായാലും നോക്കാം. നടന്ന് നമ്മൾ ഒരുവിധം മുകളിലെത്തിക്കഴിഞ്ഞു. ആജ് തളർന്ന്. ആജ് സുന്ദരനാട്ടോ ആജ്. ഓ മൈ ഗോഡ്, ആ പല്ലൊക്കെ നോക്കിയ കൊമ്പല്ലൊക്കെ കണ്ടു നിങ്ങൾ. എൻ്റെ മുടി അനുസരണ ഇല്ലാത്ത മുടി. അതാണ് എന്നെപ്പോലെ തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുക്ക് പോലെ ഇരിക്കും മുടി. എൻ്റെ മദറിംഗ് എൻ്റെ മുടി തൊട്ടാൽ പറയും ഉരുക്ക് പോലെയാണ്. എൻ്റെ മദറിംഗ് ലോയുടെ സെയിം ഹെയർ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം എന്തായാലും പോവാം, നമുക്ക് നടക്കാം. അതെ താഴെത്താനുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് വീണ്ടും നടക്കണം ഗൈസ്. നമ്മുടെ ഒരു ചേച്ചിയുടെ വീട്ടിൽ നമ്മുടെ മറ്റേ ഇതുണ്ട്, എന്താ അതിൻ്റെ പേര്, തൊഴിൽ കാർഡും ഗ്രീൻ കാർഡും ഉണ്ട്. അപ്പോൾ ആ കാർഡ് വാങ്ങാൻ വേണ്ടി പോകണം. അതിനുവേണ്ടി അങ്ങോട്ട് താഴത്തേക്ക് പോകണം. നമുക്കത് വാങ്ങിയിട്ട് വരാം. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പതുക്കെ പോകാനായിട്ട്. അത് വേറൊരു ചേച്ചി എവിടെ നോക്കിയാലും ശ്രുതി എന്നുള്ള വിളികളോ. മൈ ഗോഡ്, കണ്ട പൂക്കൾ ചേച്ചിയുടെ അടുത്ത് പോട്ടെ. ഇത് വേറൊരു കാർഡാണ്. ഭയത്തിന് അവർക്ക് വഴിയെങ്കിലുണ്ട്, ഞങ്ങൾക്ക് ഇതുമില്ല. അപ്പം ഞങ്ങൾക്ക് പോയത് കാർഡ് മേടിക്കാനാണ്, തൊഴിൽ കാർഡ്. അപ്പം ഞങ്ങൾ തിരിച്ചു വരാണ്. ആരുടെ ഫോണിൽ കുനുകുനുകുനുകുനാ സംസാരിച്ച് വരികയാണ്. അപ്പം എന്തായാലും നമുക്ക് നടന്ന് ഇരുട്ടി തുടങ്ങി. പോയിട്ട് വേണം ഇനി ഇടിച്ചൊക്കെ തോരൻ വെക്കണം. ഇവിടെ പട്ടികളുടെ സംസ്ഥാന സമ്മേളനമാണെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ പട്ടികളാണ്. എന്തായാലും നമുക്ക് പോകാം. ഇത് പമ്മി ഗ്രേ അങ്ങ് താഴ്ന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ കഴിച്ച് നമുക്ക് രാത്രിക്ക് ചക്കയാണ്, ഇടിച്ചക്കയാണ് കിട്ടിയിരിക്കുന്നത്. ഇടിച്ചക്ക തോന്നണം രാത്രിക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി ഫുഡ് മെയിനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ചപ്പാത്തി, ദോശ. എന്താണ് സ്ഥിതി? ചോറുണ്ടോ രാത്രി? ചോറുണ്ടോ? അപ്പോൾ ചോറും ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ സെറ്റാണ്. ചോറുണ്ട്. അപ്പോൾ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം രാത്രിക്ക്. അപ്പോൾ ഇന്ന് രാത്രി ഫുഡ് നാളെ രാവിലത്തെ ഫുഡ് തന്നെ ആയിരിക്കും അല്ലേ? നാളെ രാത്രിക്ക് ഉണ്ടാവില്ല അത് ബാക്കിയുണ്ടെങ്കിൽ നാളെ രാത്രിക്ക് സെറ്റാക്കാം. വേറെ കറിയും കാണുമൊന്നുമില്ല. അപ്പോൾ ഇതിനെ കൂട്ടി കഴിക്കാം. അപ്പോൾ ശ്രുതി ചക്ക നന്നായിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ശ്രുതി ചക്ക നന്നായിക്കൊണ്ടിരിക്കാം. നമുക്ക് എന്നിട്ട് അതിന് ശേഷം വേണം കറി ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഇടിച്ചക്കിൽ നമ്മുടെ കാന്താരിയൊക്കെയാണ് പറിച്ചുകൊണ്ട് വന്നേക്കുന്നത് ഇപ്രാവശ്യം. ശ്രുതി നമുക്ക് പച്ചമുളകും ഇല്ല, അപ്പോൾ കാന്താരിയാണ് ഉള്ളത്. കാന്താരി വെച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവും, നോക്കാം. ഇന്ന് റെസിപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ശ്രുതി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇടിച്ചക്ക കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. ശ്രുതിയുടെ കുക്കിംഗ് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഞാനെന്താ വിശന്ന് കടലൊക്കെ കരിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന പുറത്ത് നോക്കാം ശ്രുതിയുടെ ഭക്ഷണം ആവട്ടെ.
അപ്പം കഴിച്ച് നമുക്ക് ഇന്ന് ഇടിച്ചക്ക തോരനായിട്ടുണ്ട്, നമ്മുടെ തട്ടിക്കൂട്ടി ഒരു പുളിൻ രസമായിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറ് വയ്ക്കാം എല്ലാവരും. ശ്രുതി ഫസ്റ്റ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓവറായിട്ട് കുക്കായി പോയി തോന്നല്ലേ? ആ അത് കുഴപ്പമില്ല, നമ്മളെ പല്ലിന് ഇതാണ് നല്ലത്. കാരണം രണ്ടാളുടെ പല്ലിനും ബലമില്ല, ആണ് മെയിൻ പ്രശ്നം. നമുക്ക് വേറെ കറിയൊന്നുമില്ല, ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ആണ്, അതുകൊണ്ട് കൂടുതൽ ഉപയോഗിക്കണത്. പിന്നെ രസമാണ്. രസം ഈ പറഞ്ഞ ഇഷ്ടാവൂല, കാരണം എനിക്ക് രസം അത്ര ഇഷ്ടപ്പെടില്ല, കാരണം മല്ലിച്ചപ്പില്ല. എനിക്ക് മല്ലിച്ചപ്പൊക്കെ ഇട്ടുകൊണ്ട് രസം. ഇത് പുളിക്കറി വേണമെങ്കിൽ കൂട്ടാൻ, രസം കൂട്ടാൻ പറ്റില്ല. അപ്പൊ ശ്രുതി ഫസ്റ്റ് കഴിച്ചോട്ടെ. ചൂടടേ പിന്നെ ഇടിച്ചക്ക തോരൻ രസവും നല്ല കോമ്പിനേഷനാണ്, അത് വേറൊരു സത്യം. പക്ഷെ രസത്തിന് ആവശ്യമുള്ള എല്ലാ സാധനം ഇല്ലാത്തതിന്റെ വിഷമമുണ്ട്, അത് വേറൊരു ബുദ്ധിമുട്ടാണ്, അത് വേറൊരു സത്യം. എല്ലാവരും സത്യങ്ങളാണ്, ഉള്ളതാ. അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ കഴിച്ചോട്ടെ. അപ്പൊ ഫൈനലി ആദ്യം കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട് ആർജെ? കൊള്ളാല്ലേ? മല്ലിച്ചപ്പില്ലാത്തത് ബാക്കിയെല്ലാം കൂടെ ഓക്കെയാണ്. ഇടിച്ചൊക്കെ തന്നെ അടിപൊളിയുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. ആണല്ലേ? നമ്മൾ റെസിപ്പി താമസിയാതെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര ഈസിയായിട്ട് ഇടിച്ചൊക്കെ തോന്നുന്ന കൂടുതൽ കാണാൻ പാടില്ല. ഞാൻ ഇടിച്ചൊക്കെ തോന്നുന്ന വലിയൊരു സംഭവം വെച്ചിരിക്കുന്നു. ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പറയാം. ശ്രുതി അങ്ങനെ പാത്രം കൈക്ക് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിനി പാത്രം കൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് തേക്കുക, പല്ല് വെച്ചിട്ട് വേണം കിടന്ന് തുടങ്ങാനായിട്ട്. രാത്രി പല്ല് തേക്കുന്നത് ശരിക്കും പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയും, പകൽ രാവിലെ പല്ല് തേക്കുന്നത് പല്ലുകളുടെ ആ ഷൈനിങ് ഗ്ലാമറിന് വേണ്ടിയും, കാണുന്ന വൃത്തിക്ക് വേണ്ടിയാണ് അങ്ങനെ പല്ല് തേക്കുന്നത് എന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, അല്ലേ ശ്രുതി? അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി എന്തായാലും പല്ലിച്ചിട്ട് അടക്കുള്ളൂ. അപ്പോൾ ശ്രുതി ഇപ്പോൾ പാത്രം കൊണ്ട് തീർക്കണം. നമുക്ക് നാളെ രാവിലെ നേരത്തെ എണീക്കണം, 6 മണിക്ക് എണീക്കണം. രാവിലെ റബ്ബർ തോട്ടത്തിൽ പാലെടുക്കാനുള്ള ജോലിയുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ജോലി ഉണ്ടായിരുന്നു, പകലിന് 10 മണിക്ക് താമസം വിട്ടുകൊണ്ട് നമുക്ക് രാവിലെ 10 മണി 11 മണിയായപ്പോൾ ജോലി ഉണ്ടായിരുന്നു. പക്ഷേ നാളെ അവർ ഇന്ന് രാത്രി നേരത്തെ ഒന്ന് വിട്ടുകൊണ്ട് നാളെ രാവിലെ നേരത്തെ നമ്മൾ പാലെടുക്കാൻ വേണ്ടി പോകണം. നാളെ രാവിലത്തെ ജോലി നേരത്തെയാണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് പല്ല് വെച്ച് പെട്ടെന്ന് മെഡിസിൻ കഴിച്ച് കിടന്നുറങ്ങാനുള്ളതാണ്. നല്ല ബുദ്ധിമുട്ടാവും. ശ്രദ്ധിക്കുന്ന പായൊക്കെ ഒന്ന് കുടഞ്ഞിരിക്കാനായിട്ടും പാത്രം കഴിഞ്ഞാൽ പാ കൊടുത്ത് കഴിഞ്ഞ് നമുക്ക് പല്ലൊക്കെ വെച്ച് കിടന്നുറങ്ങാം. അതൊന്നും പറ്റില്ല. അതിനാണ് നമ്മൾ ഇത്ര റെസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യണത്. അവിടെ ആ സമയം നമ്മൾ ബാക്കിയുള്ള പണികൾ ചെയ്തെടുക്കാണ് ശ്രുതി പാത്രം ചെയ്തെടുക്കണത്, അല്ലേ?